ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എഫ് ടെസ്റ്റ് ആണ്. ഞാൻ എഫ് ടെസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എഫ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എഫ് ടെസ്റ്റിന് പല യൂസുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന യൂസ് എന്ന് പറയുന്നത് to test the overall significance of the model. To test the overall significance of the model. ഇതാണ് നമ്മൾ എഫ് ടെസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട യൂസ്. എന്താണ് ഓവറോൾ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച ടി ടെസ്റ്റിൽ നമ്മൾ ചെയ്തത് ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെയും സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യലായിരുന്നു. ഓരോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസിന്റെയും സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യലായിരുന്നു. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോഎഫിഷ്യൻസ്, സ്ലോപ്പ് കോഎഫിഷ്യൻസിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോഎഫിഷ്യന്റിനെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് കൊടുത്തു. ദാറ്റ് ഈസ് ദാറ്റ് കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നോ അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്നോ നമ്മൾ 1 സൈഡഡ് ടെസ്റ്റോ 2 സൈഡഡ് ടെസ്റ്റോ നമുക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺക്ലൂഡ് ചെയ്യും നമ്മളുടെ ആ ഒരു ടെസ്റ്റിന് വിധേയമാക്കിയ ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതാണ് നമ്മൾ ടി ടെസ്റ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ എഫ് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യാനുള്ളതാണ്. നൾ ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുക നമ്മുടെ മോഡൽ എങ്ങനെയാണെന്ന് നോക്കുക. നമ്മുടെ മോഡൽ ഞാനൊരു 3 വേരിയബിൾ മോഡൽ എടുക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിന്റെ തുടക്കമാണ്. സോ yi cap is equal to ഇത് 3 വേരിയബിൾ മോഡൽ ഞാൻ എഴുതുകയാണ്. 3 വേരിയബിൾ ആണുള്ളത്. β1 cap പ്ലസ് β2 cap, ഞാൻ SRF ആണ് എഴുതുന്നത്, x2i പ്ലസ് β3 cap x3i. ഇതാണ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന മോഡൽ. പക്ഷെ ഞാനിവിടെ നൾ ഹൈപ്പോത്തിസിസിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ മോഡലൊന്നും ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടാവാതിരിക്കാം. പക്ഷെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ പോപ്പുലേഷനെ കുറിച്ചാണ് ഞാൻ ഹൈപ്പോത്തിസൈസ് ചെയ്യുന്നത്. ഞാൻ ഹൈപ്പോത്തിസൈസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്: ഈ രണ്ട് കോഎഫിഷ്യൻസും ഈക്വൽ ടു 0 ആണെന്നാണ് ഞാൻ നൾ ഹൈപ്പോത്തിസൈസ്. ദാറ്റ് ഈസ് വാട്ട് ദാറ്റ് ആസ് എ റിസർച്ചർ ഐ ഡു നോട്ട് എക്സ്പെക്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണത്. അതായത് β2 ഈസ് ഈക്വൽ ടു β3 ഈസ് ഈക്വൽ ടു 0. അതായത് ഈ രണ്ട് കോഎഫിഷ്യന്റും 0 ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഈ വൈനെ സ്വാധീനിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് എൻ്റെ നൾ ഹൈപ്പോത്തിസിസ്. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തത്. ദാറ്റ് ഈസ് വാട്ട് ഐ ഡു നോട്ട് എക്സ്പെക്ട് ആസ് എ റിസർച്ചർ. ഇനി എൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് all betas
R naught equal to 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ടി ടെസ്റ്റ് വെച്ചിട്ട് ഓരോ കോയിഫിഷ്യന്റിനെ ടെസ്റ്റ് ചെയ്തു. β2 നമ്മൾ ടെസ്റ്റ് ചെയ്തു, β3 നമ്മൾ ടെസ്റ്റ് ചെയ്തു. അത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പറയാം, ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം β2 സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, അല്ലെങ്കിൽ x2 സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, x3 സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ. നമ്മൾ ഓവറോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ മോഡൽ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് β2 നമ്മളിവിടെ റിജക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടില് എല്ലാം 0 അല്ല. അതായത് ദാറ്റ് മീൻസ് ഞാനിവിടെ β2 നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ β3 നോട്ട് ഈക്വൽ ടു 0 എന്ന് ഞാനിവിടെ എഴുതാത്തത് ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആവാം. പക്ഷെ ഓവറോൾ ആയിട്ട് മോഡൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ഓവറോൾ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ മോഡലിൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിലും സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ആ മോഡൽ ഓവറോൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓവറോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിലാണ് നമ്മൾ ഓവറോൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ആ മോഡൽ എന്നുള്ളത്. മോഡൽ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോഴാണ് ആ മോഡലിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിലും സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ആ മോഡൽ ഓവറോൾ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ β2 ഒരു പക്ഷേ 0 ആയിരിക്കാം, β3 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കാം. അപ്പോഴവിടെ ഓവറോൾ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം എല്ലാ ബീറ്റാസും 0ന് തുല്യമല്ല. ചിലപ്പോൾ ചില ബീറ്റാസ് 0 ആവാം, പക്ഷെ എല്ലാ ബീറ്റാസും 0ന് തുല്യമല്ല. അതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പൊ അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ടി ടെസ്റ്റിൽ അങ്ങനെയല്ല, നമ്മൾ നേരെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ് പറയുക. ഇവിടെ എല്ലാം അല്ല, ഇവിടെ എല്ലാം 0 ആണ്, ഇവിടെ എല്ലാം 0 അല്ല എന്നുള്ളതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദാറ്റ് മീൻസ് എല്ലാ ബീറ്റാസും 0 അല്ല. അതിൽ ചില ബീറ്റാസ് 0 ആവും, പക്ഷെ എന്നാൽ എല്ലാ ബീറ്റാസും 0 അല്ല. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. ഇനി നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അടുത്ത ചെയ്യുന്നതെന്ന് പറയുന്നത്, നമുക്ക് രണ്ടാമത് നമുക്ക് ഈ ക്രിട്ടിക്കൽ എഫ് വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ക്രിട്ടിക്കൽ എഫ് വാല്യൂ നമുക്ക് നമ്മൾ സാമ്പിൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ എഫ് വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സാമ്പിൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിട്ടിക്കൽ എഫ് വാല്യൂ, ഈ ക്രിട്ടിക്കൽ എഫ് വാല്യൂ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിക്വയർമെന്റ് വേണം. ഒന്ന്, നമ്മൾക്ക് വേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേണം. നമ്മൾ ടി ടെസ്റ്റ് ചെയ്ത പോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് അറിയാലോ? ദ പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ കമ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ഇത് ട്രൂ ആണ്, പക്ഷെ അത് റിജക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത നമ്മൾ 5% സാധ്യത പറയുന്നു. അപ്പോൾ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് യൂഷ്വലി 3% യൂഷ്വലായിട്ട് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് 1% ആണ്, അതല്ലെങ്കിൽ 5% ആണ്, അതല്ലെങ്കിൽ 10% ആണ്. ഈ പെർസെൻറ്റേജ് നമ്മൾ എടുക്കുന്നത് ടൈപ്പ് 1 എറർ നമ്മൾ എത്രത്തോളം സീരിയസ് ആണ്, അതായത് അതിന്റെ കോസ്റ്റ് നമുക്ക് അറിയാമെങ്കിലാണ് നമുക്ക് സ്പെസിഫിക്കലി അതിന്റെ നമ്മളിത് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ കോസ്റ്റ് അറിയില്ല, അതായത് ടൈപ്പ് 1 എറർ നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോസ്റ്റ്, നമ്മളൊരു ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് അത് നമ്മൾ റിജക്ട് ചെയ്തു, അതിന്റെ കോസ്റ്റ് നമുക്ക് അറിയില്ല എങ്കിൽ യൂഷ്വലി ഡീഫോൾട്ട് ആയിട്ട് എടുക്കുന്നത് 5% ആണ്. As a researcher, as a beginner in a research, we can go with 5%. So 5% എന്ന് പറയുന്നത് 95% നമുക്ക് കോൺഫിഡൻ്റ് ആണ്. 95% നമ്മൾ എത്ര സാമ്പിളുകൾ, ആ പോപ്പുലേഷൻ എത്ര സാമ്പിളുകൾ എടുത്ത് എത്ര തവണ ചെയ്താലും 95% നമ്മൾ ഈ ട്രൂ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ട്രൂ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല. ട്രൂ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ 5% സാധ്യതയുണ്ട് നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ക്രിട്ടിക്കൽ എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് അറിയണം. 2, ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയണം.
ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ടി ടെസ്റ്റിൽ നമുക്ക് ആപ്പാട് ഒരു ഒറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ എഫ് ടെസ്റ്റിൽ നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് കെ മൈനസ് 1. കെ മൈനസ് 1 ഇപ്പൊ ഒരു 3 വേരിയബിൾ ആണോ എന്ന് വിചാരിച്ചു. ഇവിടെ കെ എന്ന് പറയുന്നത് നമുക്ക് ഈ കെ എന്ന് പറയുമ്പോൾ ചില കൺഫ്യൂഷൻസ് അതിൻ്റെ അകത്ത് വരാറുണ്ട്. ഒന്ന്, കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അപ്പോൾ യൂഷ്വലി അത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3 ആണ്. പക്ഷെ ചിലപ്പോൾ ചില ബുക്കുകൾ നമ്മൾ കാണുന്നത് കെ ഇൻക്ലൂഡ്സ് ഇന്റർസെപ്റ്റ് വേരിയബിൾ എന്ന് പറയും. അതായത് അവിടെ നോക്കിക്കഴിഞ്ഞാലും 1, 2, 3 2 ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഇന്റർസെപ്റ്റ് വേരിയബിളുമാണ് അവിടെ കൂട്ടുക. അവിടെ ഒരൊറ്റ ഇന്റർസെപ്റ്റ് വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെൻസിലാണെങ്കിലും ഇവിടെ നമുക്ക് കെ എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ നമ്മളിവിടെ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കെ മൈനസ് 1 ആണ്. ഞാൻ ഇക്വേഷനിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് കെ മൈനസ് 1 വന്നതെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കേസിലാണെങ്കിൽ, ഈ ഒരു 3 വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. കാരണം 3 ആണ് നമ്മുടെ വേരിയബിൾ, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അങ്ങനെ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ, ഞാൻ ഇപ്പൊ പറഞ്ഞൊരു ഇന്റർപ്രിട്ടേഷനും ചില ബുക്കുകളിൽ കാണുന്നുണ്ട്. അതല്ലാതെ കെ വേരിയബിൾ നമുക്ക് ഇവിടെ ജനറൽ കെ വേരിയബിൾ മോഡൽ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എണ്ണം മാത്രം പറയാറുണ്ട് കെ. അപ്പൊ ഞാൻ ആ കെനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയാണ്. നമുക്ക് ഏതെങ്കിലും അതിൽ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് എടുക്കാം. സപ്പോസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പ്ലസ് ഇന്റർസെപ്റ്റ്. അങ്ങനെ നമുക്ക് തൽക്കാലത്തേക്ക് ഡീഫോൾട്ട് ആയിട്ട് എടുക്കാം. അതായത് കെ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എണ്ണവും അതിൻ്റെ കൂടെ ഇന്റർസെപ്റ്റ് വേരിയബിളും. അങ്ങനെയാണ് നമ്മൾ ഈ കെനെ കണക്കാക്കുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഈസ്, ഇവിടെ നമുക്ക് നോക്കാം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് 2 ഇന്റർസെപ്റ്റും. അങ്ങനെ നമുക്ക് 3 ആയിട്ട് കൂട്ടാം. അതിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്ത് 2. ഇതാണ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, ഡിനോമിനേറ്റർ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഡിനോമിനേറ്റർ എന്താണ്? ഈ ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നൊക്കെ ഞാൻ ഇതിലോട്ട് വരുമ്പോൾ പറഞ്ഞാലേ, n മൈനസ് കെ ആണ്. സാമ്പിൾ സൈസിൽ നിന്ന് കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. സപ്പോസ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 30 ആണെന്ന് വിചാരിക്കാം. സപ്പോസ് n ഈസ് ഈക്വൽ ടു 30. ഇഫ് n ഈസ് ഈക്വൽ ടു 30, then in our case, in this case, in 2 variable regression model, this k is equal to 2 independent variables plus 1 intercept variable. So 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 27 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 27 കിട്ടും. ഞാൻ ഈ n 30 ആണെന്നുള്ള അസംഷനിലാണ് ഈ 27 എഴുതിയിരിക്കുന്നത്. n can be any number. പക്ഷെ നമുക്ക് k ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റും. ഈ 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, n മൈനസ് 3 എന്ന് നമുക്ക് 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ എഴുതാം. ഇവിടെയാണെങ്കിൽ നമുക്ക് നേരെ 2 എന്ന് എഴുതാം. കാരണം 3 മൈനസ് 1 എന്ന് എഴുതാം. നമുക്ക് 3 വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഈ പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യന്റുകളെല്ലാം ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും ഓവറോൾ സിഗ്നിഫിക്കൻസിന്റെ ഒരു null hypothesis. So this null hypothesis is always same. ഇപ്പൊ ഇത് നമുക്ക് β4 ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൂടി ഈക്വൽ ടു β4 ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ അത് 4 വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഉണ്ടെങ്കിൽ അത് 4 വേരിയബിൾ ആണ്. കാരണം ഒരു ഡിപെൻഡന്റ് വേരിയബിൾ കൂടി കൂട്ടുമ്പോഴാണ് നമ്മൾ 4 വേരിയബിൾ റിഗ്രഷൻ മോഡൽ. അപ്പൊ ക്രിട്ടിക്കൽ എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒന്ന് നമുക്ക് ആൽഫ അറിയണം. ആൽഫ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് 5% എടുക്കാം. ഡിനോമിനേറ്റർ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒന്ന് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ആ 2 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? എഫിന്റെ ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യാം.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ആണ്. ഒബ്സർവ്ഡ് എഫ് വാല്യൂ, അതായത് ഒബ്സർവ്ഡ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിനാണ് ഒബ്സർവ്ഡ് എഫ് വാല്യൂ എന്ന് പറയുന്നത്. ഒബ്സർവ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ സാമ്പിൾ സൈസ് തന്നിട്ടുണ്ടല്ലോ, എക്സിന്റെയും വൈന്റെയും സാമ്പിൾ സൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എക്സ് വാല്യൂസും നമുക്ക് ഒരു 30 എണ്ണം തന്നിട്ടുണ്ടാവും, വൈ വാല്യൂസും 30 എണ്ണം തന്നിട്ടുണ്ടാവും. സോ ഒബ്സർവ്ഡ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നതിനാണ് ഒബ്സർവ്ഡ് എഫ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് വാല്യൂ ഈസ് ഇക്വൽ ടു എഫ് ഒബ്സർവ്ഡ് എഫ് റേഷ്യോ ഈസ് ഇക്വൽ ടു, സോ എഫ് ഈസ് ഇക്വൽ ടു explained sum of square divided by degree of freedom, the whole divided by residual sum of square divided by degree of freedom. ഇതിനെ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ആ ഇക്വേഷൻ പറയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ഈ ഒബ്സർവ്ഡ് വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു, ESS ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു, RSS ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയാണ്. So F is equal to explained sum of square divided by degree of freedom ഞാൻ എഴുതിയാണ് K-1. This is the numerator degree of freedom. Residual sum of square divided by n minus k. This is denominator degree of freedom. ഇനി ESS എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആർ സ്ക്വയറും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഒക്കെ പഠിച്ചതാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പം അതാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ESS എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത് സിഗ്മ YI ക്യാപ് സ്ക്വയർ ആണ് ESS എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലതവണയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സിഗ്മ YI ക്യാപ് സ്ക്വയർ. ഈ YI എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ Y ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ Y മൈനസ് Y ബാർ. It is not, it is YI cap ആണ്. So YI minus Y, this YI cap എന്ന് പറയുന്നത് ആക്ച്വലി റിഗ്രഷൻ ലൈൻ ആണ്. ഞാൻ ആ റിഗ്രഷൻ ലൈൻ എന്ന് വരച്ചുതരാം. റിഗ്രഷൻ ലൈനും യെസ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ YI cap ആൻഡ് Y bar. ഞാൻ ആ ഇക്വേഷൻ ഇത് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് റിഗ്രഷൻ ലൈൻ, ഇതാണ് YI എങ്കിൽ Y1 എന്ന് ഞാൻ വിളിക്കുകയാണ്. ഇവിടെ ഒരു Y ബാർ ഉണ്ട്. ഈ YIയും Y ബാറും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ YI ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ TSS എന്ന് പറയുന്നത്. ഞാൻ വേറെ കളർ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഡയഗ്രാം ഒന്ന് എടുത്തു മാത്രമേ ഉള്ളൂ. വലുതാക്കി വരക്കണം. ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഇത് വിളിക്കുക TSS എന്ന് വിളിക്കുക. അപ്പൊ ഈ TSSന് 2 പാർട്ടാണുള്ളത്. ഇത് ശരിക്കും സ്ക്വയർ ചെയ്യുമ്പോഴാണ് TSS ആവുന്നത്. എന്നാലും ഞാനത് ടോട്ടൽ വേരിയേഷൻ കാണിക്കുകയാണ്. ഈ ടോട്ടൽ വേരിയേഷൻ 2 പാർട്ടുണ്ട്. ഒന്ന് റെസിഡ്യൂവൽ പാർട്ടാണ്, അതായത് YI മൈനസ് YI ക്യാപ്. YI ക്യാപ് മൈനസ് Y ബാർ ആണ് സിഗ്മ YI ക്യാപ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ്, ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ESS എന്ന് വിളിക്കുന്നത്. എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അതായത് YI ക്യാപ്പും Y ബാറും തമ്മിലുള്ള ഡീവിയേഷൻ ആണ്. അതേസമയം YIയും YI ക്യാപ്പും തമ്മിലുള്ള ഡീവിയേഷൻ നമ്മൾ എന്ത് വിളിക്കാം? UI ക്യാപ്പ് എന്നാണ് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ TSSന് 2 പോർഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ഡയഗ്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഓർത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു ഡയഗ്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു വേരിയേഷന്റെ ടോട്ടൽ വേരിയേഷനെ 2 കമ്പോണന്റ് ആയിട്ട് തിരിക്കുന്ന ആ ഒരു ഡയഗ്രമാണിത്. അപ്പൊ ഇത് ESS ഉം ഇത് RSS ഉം ആണ്. ഈ ടോട്ടൽ വേരിയേഷനെയാണ് നമ്മൾ TSS എന്ന് വിളിക്കുന്നത്. സോ ഈ കേസിൽ നമുക്കിവിടെ
ഇത് വായിക്കുകയാണ്. സോ YI cap square, അതായത് ESS divided by K minus 1. എന്താണ് ഈ YI cap square എന്ന് പറയുന്നത്? YI cap square രണ്ട് റെസ്ട്രിക്ഷൻസ് ആണുള്ളത്. അതായത് നമ്മൾ ഡീവിയേഷൻ ഫോമിലാണ് ഈ YI എഴുതിയിരിക്കുന്നത്. അപ്പോൾ YI cap square എന്ന് പറയുന്നത് ഞാൻ താഴെ എഴുതിയാണെങ്കിൽ അത് 2 വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ β2 cap sigma YI x2y plus β3 cap sigma YI x3i. ഇതാണ് ആക്ച്വലി ഈ സിഗ്മ YI ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മുൻ ക്ലാസ്സുകളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റും. സോ ഇതാണ് ഈ ഭാഗം. അപ്പൊ ഇതിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റർസെപ്റ്റ് ഇല്ല. ഇവിടെ ഇന്റർസെപ്റ്റ് ഇല്ലാതെ ഈ രണ്ട് റെസ്ട്രിക്ഷൻസ് മാത്രമാണ് നമുക്കുള്ളത്. ഒന്ന് ഈ β2 ക്യാപ്പും β3 ക്യാപ്പും. ആ റെസ്ട്രിക്ഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർസെപ്റ്റ് നമ്മൾ ഇവിടെ കുറക്കും. ഡീവിയേഷൻ ഫോം ആയതുകൊണ്ടാണ് നമുക്ക് β1 ഇല്ലാത്തത്. β1 ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കുറച്ച് ഇവിടെ K എന്ന് എഴുതേണ്ടതാണ്. പക്ഷെ β1 ഇവിടെ, അതായത് ഇന്റർസെപ്റ്റ് വേരിയബിൾ ഈ ഡീവിയേഷൻ ഫോമിൽ ഇല്ല, ഇക്വേഷനിലില്ല. അതുകൊണ്ട് നമ്മൾ ആ ഇന്റർസെപ്റ്റിനെ ഇവിടെ കുറച്ച് K-1 എന്നുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ, ഇതാണ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം. സിഗ്മ UI ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ UI ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. YI ക്യാപ് സ്ക്വയർ മൈനസ്, ഞാൻ ഇക്വേഷൻ വേണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. YI സ്ക്വയർ ടോട്ടൽ വേരിയേഷൻ, ഇതാണ് നമ്മുടെ TSS പറയുന്നത്. ഇതിന്റെ അകത്തേക്ക് ഇത് കൂട്ടിച്ച് കഴിഞ്ഞാൽ എന്തായി? β2 ക്യാപ് സിഗ്മ YI x2y പ്ലസ് β3 ക്യാപ് സിഗ്മ YI x3i. ഇത്ര എന്താന്ന് നമുക്കറിയാലോ. ദിസ് ഈസ് TSS. ഇതാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ. ഇത്രയുള്ളതിനെ എന്താ വിളിക്കുക നമ്മൾ? ESS. നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ് ESS നമുക്കറിയാം. ESS. ദിസ് ഈസ് ESS. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി കൂട്ടിയാൽ മതി? സിഗ്മ UI ക്യാപ് സ്ക്വയർ. ഇതാണ് RSS എന്ന് പറയുന്നത്, റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ. അപ്പൊ ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ, അതായത് TSS മൈനസ് ESS ഈക്വൽ ടു RSS. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഫുൾ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സിഗ്മ UI ക്യാപ് സ്ക്വയർ കിട്ടും? ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിക്കാം. സിഗ്മ UI ക്യാപ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ YI സ്ക്വയർ മൈനസ് β2 ക്യാപ് സിഗ്മ YI x2i മൈനസ്, കാരണം ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. സോ β3 ക്യാപ് സിഗ്മ YI x3i. അപ്പൊ നമുക്ക് UI ക്യാപ് കിട്ടും. നമുക്ക് ആ ഇക്വേഷൻ മുഴുവൻ എഴുതണമെന്നില്ല. ഞാൻ ഇവിടെയും ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അത് എഴുതുന്നില്ല. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റി. ഇവിടെ നമുക്ക് UI ക്യാപ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് β1ഉം β2ഉം β3ഉം എല്ലാം സാമ്പിൾ സൈസിൽ നിന്ന് നമ്മൾ കുറക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് N മൈനസ്, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-K ആണ്. ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.
So this is actually our F ratio. ഇതാണ് നമ്മുടെ F ratio എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, നമ്മൾ 3 സ്റ്റെപ്പ് പറഞ്ഞു. ഒന്ന്, ഫോർമുലേറ്റിംഗ് null and alternate hypothesis. 2, find a critical F value based on the level of significance and numerator and denominator degree of freedom. മൂന്നാമത്തത്, observed F value. Observed F value എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്, ESS by DF divided by RSS by DF. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ F ടെസ്റ്റ് ഇക്വേഷൻ. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഭാഗം ഞാൻ വായിക്കുകയാണ്. ഇത് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വേറെ പേജ് എടുത്തു. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പാണ് ഡിസിഷൻ റൂൾ. ഇവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതായത് നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഡിസിഷൻ എടുക്കുന്നത് ഇവിടെയാണ്. ഡിസിഷൻ റൂൾ നമ്മൾ ടി ടെസ്റ്റിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഡിസിഷൻ റൂൾ ചെയ്യുന്നത്. അതായത് ഇഫ് അവർ ഒബ്സർവ്ഡ് എഫ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ അവർ ക്രിട്ടിക്കൽ എഫ് വാല്യൂ എഫ് ആൽഫ, if our observed F value, or the F value that we calculated from the sample data is greater than the critical F value, then we reject null hypothesis. We reject null hypothesis. And what is our null hypothesis? Our null hypothesis that all partial slope coefficients are equal to 0. That means the model is there is no overall significance for the model. നമ്മൾ ആ ഒരു അസംഷനെ നമ്മൾ റിജക്ട് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് നടത്തുന്നത്. അത് റിജക്ട് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ മോഡലായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ആ മോഡൽ ഓവറോൾ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇഫ് എഫ് ഈസ് ലെസ് ദാൻ, ഇഫ് അവർ ഒബ്സർവ്ഡ് എഫ് വാല്യൂ ഈസ് ലെസ് ദാൻ critical F value, then we do not reject. We do not reject null hypothesis. If we fail to reject null hypothesis, that means we need not proceed any further. പിന്നെ ആ മോഡൽ കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ മോഡലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ ആ മോഡൽ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് വെച്ച് നമുക്ക് പ്രഡിക്ഷനോ, അത് വെച്ച് നമുക്കൊരു അനാലിസിസോ, അത് വെച്ച് നമുക്കൊരു ഒരു മറ്റു ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയോ, ക്ലാസിക്കൽ അസംഷൻസ് ഫോളോ ചെയ്ത് നോക്കിയോ, സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടായെന്ന് നോക്കിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ദാറ്റ് മീൻസ് അത് ചിലപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടും ആവാം ഈ റിജക്റ്റ് ചെയ്യപ്പെടുന്നത്, റിജക്റ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശദാംശങ്ങൾ പിന്നെ നമ്മൾ ഒന്നുകൂടി ചിലപ്പോൾ ഡാറ്റ കളക്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. പിന്നെ പല കാര്യങ്ങൾ തിയറിറ്റിക്കലി നമ്മളുടെ അനാലിസിസിൽ വന്നിങ്ങനെ തെറ്റുണ്ടാകും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കും. സോ വി ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് റീചെക്ക് ഓൾ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ഡൺ. നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോവുക, വീണ്ടും നമ്മൾ സാമ്പിൾ നോക്കുക, അതിലെന്തെങ്കിലും തെറ്റുവന്നോ നോക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുവന്നോ നോക്കുക, നമ്മൾ വായിച്ച റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒന്നും കൂടി വായിച്ചിട്ട് അതിൽ തിയറിറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ നോക്കുക. അങ്ങനെ പല ബാക്ക് ചെക്കുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട്. ഈ 4 കാര്യങ്ങളാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇനി ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത്, അപ്പം 4 ഡിസിഷൻ റൂൾ, 4 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അപ്പം ഞാൻ ആ 4 സ്റ്റെപ്പുകൾ എഴുതി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോബ്ലം സോഫ്റ്റ്വെയറിൽ ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. വളരെ ടൈം കൺസ്യൂമിങ് ആണ്. യൂഷ്വലി ഇറ്റ് ഈസ് ഡൺ ത്രൂ എ സോഫ്റ്റ്വെയർ പാക്കേജസ്, അറ്റ്ലീസ്റ്റ് എക്സൽ. ഓക്കെ, ഇനി ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന കാര്യം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോകുന്ന കാര്യം,
ചെറിയൊരു ഭാഗമാണ്, കുഴപ്പമില്ല. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R square and F. Relationship between R square and F. R square F നമ്മൾ എന്താ റിലേഷൻ? R square എന്താന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് R square അറിയാൻ പാടില്ലെങ്കിൽ ഈ റിലേഷൻ പഠിക്കാൻ പറ്റില്ല കേട്ടോ. So we have to study all the things that we have already covered. R square എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ പഠിച്ചത് R square, അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റഡ് R square പഠിച്ചു. ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പഠിച്ചു. സോ R square എന്ന് പറയുന്നത് ESS ഡിവൈഡഡ് ബൈ TSS ആണ്. എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ സം ഓഫ് സ്ക്വയർ. അപ്പോൾ F ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. F ടെസ്റ്റിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. അതായത് ESS divided by its degree of freedom, that is k minus 1. Then RSS divided by n minus k. So R square വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ESSും TSSും RSS ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ R square ഫൈൻഡ് ചെയ്യുന്നത്. So what is the relationship between R square and F? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സോ ESS ഡിവൈഡഡ് ബൈ ഈ ഒരു ഇക്വേഷൻ എഫിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നോക്കാം എന്താണ് ചെയ്യുന്നത് നോക്കാം. ESS ഡിവൈഡഡ് ബൈ k minus 1. Then ഇവിടെ ഞാൻ ഈ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, ഞാൻ അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n minus k ഡിവൈഡഡ് ബൈ RSS 9. സോ ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു. എനിക്ക് അതിൻ്റെ ഈക്വാളിറ്റി, അത് ദാറ്റ് മീൻസ് അതിൽ യാതൊരു മാത്തമാറ്റിക്കൽ എററും സംഭവിക്കില്ല. സോ ESS ഡിവൈഡഡ് ബൈ RSS ഞാൻ എഴുതി ഇൻറ്റു n minus k ഡിവൈഡഡ് ബൈ k minus 1. സി ഇതെന്താണ് ആക്ച്വലി ഈ സംഭവത്തെ ഇത് നമുക്ക് ESS RSS ഞാൻ എഴുതി. ഞാൻ ഇത് ഇപ്പോൾ ഇതിന് ഞാൻ രണ്ട് സൈഡിനെ TSS വെച്ച് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇവിടെ എഴുതിയാണ്. ദാറ്റ് ഈസ് ഈ രണ്ട് സൈഡിനെ ഞാൻ TSS വെച്ച് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ സം ഓഫ് സ്ക്വയർ വെച്ചിട്ട് ESS ഡിവൈഡഡ് ബൈ TSS RSS divided by TSS multiplied by n minus k divided by k minus 1. Okay. ഈ ESS divided by TSS എന്ന് പറയുന്നതാണ് R square എന്ന് പറയുന്നത്. RSS divided by TSS എന്ന് പറയുന്നത് 1 minus R square. ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യം ഒന്നുകൂടി, എസ്പെഷ്യലി ഈ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മൾട്ടിപ്ലൈഡ് ബൈ n minus k ഡിവൈഡഡ് ബൈ k minus 1. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഫോമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും ഡിവിഷൻ ഫോമിലോട്ട് ഞാൻ മാറ്റുകയാണ്. അതായത് ഇതിന് ഇക്വലന്റ് ആയിട്ട് R സ്ക്വയറിന്റെ ഇക്വേഷനാണ് എനിക്ക് വേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ദിസ് ഈസ് അവർ ഒറിജിനൽ ഇക്വേഷൻ. ഇത് ഞാൻ R സ്ക്വയറിന്റെ ഫോമിലോട്ട് ഇതേ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ then I will get R square ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാറ്റിയിട്ട് ഡിവിഷൻ തന്നെ ആക്കിയത് ഡിവൈഡഡ് ബൈ k minus 1.
ഹോൾ ഡിവൈഡഡ് ബൈ, ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാറ്റുകയാണ്, അതുകൊണ്ട് 1 മൈനസ് ആർ സ്ക്വയർ, 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇത് എന്തുകൊണ്ട് അങ്ങനെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡവും കിട്ടും, n മൈനസ് 3, എന്നാലേ എനിക്ക് ക്രിട്ടിക്കൽ എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇക്വേഷൻ തന്നെ ഇക്വലന്റ് ആണ് ഈ ഇക്വേഷൻ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ 1 മൈനസ് ആർ, ഈ ഒരു ഇ എസ് എസ് ഡിവൈഡ് ബൈ ടി എസ് എസിന്റെ ഇടയിലുള്ള റിലേഷൻ, ഇത് എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് സമയം എടുത്ത് പഠിപ്പിച്ചതാണ്. ആർ സ്ക്വയർ ഇ എസ് എസ് ഡിവൈഡ് ബൈ ടി എസ് എസ്, ഇതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 1 മൈനസ് ആർ സ്ക്വയർ നമ്മൾ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ പഠിച്ച സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ഒരു ഈക്വാളിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, ടി എസ് എസ് ഈക്വൽ ടു ഇ എസ് എസ് പ്ലസ് ആർ എസ് എസ് പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ്പ്ലെയിൻ സം ഓഫ് സ്ക്വയർ പ്ലസ് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ. ബോത്ത് സൈഡിൽ ഞാൻ ടി എസ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യാണ്, വേറെ കാൽക്കുലേറ്റ്, രണ്ട് സൈഡിൽ ഞാൻ ടി എസ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ടി എസ് എസ് ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്തു, ഇവിടെ ഞാൻ ടി എസ് എസ് വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെ ഞാൻ ടി എസ് എസ് വെച്ച് ഡിവൈഡ് ചെയ്തു. സോ എനിക്ക് ഇവിടെ 1 കിട്ടി. ഇ എസ് എസ് ഡിവൈഡ് ബൈ ടി എസ് എസ് എന്ന് പറയുന്ന ആർ സ്ക്വയർ ആണ് നമുക്കറിയാം, പ്ലസ് ആർ എസ് എസ് ഡിവൈഡഡ് ബൈ ടി എസ് എസ്. സോ ആർ എസ് എസ് ഡിവൈഡഡ് ബൈ ടി എസ് എസ് ഈസ് ആക്ച്വലി 1 മൈനസ് ആർ സ്ക്വയർ is equal to RSS divided by TSS. ഈ ഒരു റൂളാണ് നമ്മൾ അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ ഇവിടെ ഈ ആർ സ്ക്വയറിന്റെ ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആർ എസ് എസ് ഡിവൈഡ് ബൈ ടി എസ് എസ് ഈസ് ഇക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് എഫ് ടെസ്റ്റിന്റെ ആർ സ്ക്വയർ വെച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മൾ യൂഷ്വലി ഇപ്പോൾ ആദ്യം എഴുതിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ESS divided by K minus 1 whole divided by RSS divided by N minus K. So ഈ ഒരു ഇക്വേഷനെ നമ്മൾ ആർ സ്ക്വയറിന്റെ ഫോമിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആർ സ്ക്വയർ ഫൈൻഡ് ചെയ്യാം. ബോത്ത് വാല്യൂസ് വിൽ ബി സെയിം. This will be r square, adjusted r square alla, r square k minus 1 divided by 1 minus r square into n minus k. ഇവിടെയും ക്രിട്ടിക്കൽ എഫ് വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ന്യൂമറേറ്റർ ഡി എഫും ഡിനോമിനേറ്റർ ഡി എഫും ആണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ആർ സ്ക്വയർ വെച്ചും എഫ് ഫൈൻഡ് ചെയ്യാം. ആ റിലേഷനെയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. അനോവ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നത്. ഒരു അനോവ ടേബിൾ, 2 വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ അനോവ ടേബിൾ എങ്ങനെയായിരിക്കും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. So ANOVA table. ഇവിടെ നമുക്ക്
ഫോർ എ 3 വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. അല്ലെങ്കിൽ ഒരു ജനറൽ മോഡൽ ഞാൻ ആദ്യം കാണിക്കാം. ഇവിടെ വേരിയേഷൻസ് ആണ് നമ്മൾ ആദ്യത്തെ ക്വാളിറ്റി കാണിക്കുക. വേരിയേഷൻസ്. ഈ വേരിയേഷൻസ് രണ്ട് വേരിയേഷൻസ് ആണുള്ളത്. ഒന്ന് ഡ്യൂ ടു റിഗ്രഷൻ. ഇതിനാണ് നമ്മൾ ESS എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു റിഗ്രഷൻ. So variations can be due to regression. നമുക്കറിയാം ടോട്ടൽ വേരിയേഷൻ ടോട്ടൽ വേരിയേഷൻസിനെ നമുക്ക് രണ്ട് ആയിട്ട് നമുക്ക് തിരിക്കാം. ഡ്യൂ ടു റെസിഡ്യൂൾസ്. ആൻഡ് ദിസ് ഈസ് അവർ ടോട്ടൽ വേരിയേഷൻ. നിങ്ങൾ ആ ഡയഗ്രം ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. അനോവ ടേബിളിൽ ആദ്യത്തേത് നമ്മൾ വേരിയേഷൻസ് ആണ് കാണിക്കുന്നത്. രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഞാൻ SS എന്നാണ് എഴുതുന്നത്. സം ഓഫ് സ്ക്വയേഴ്സ്. ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സിഗ്മ yi ക്യാപ് സ്ക്വയർ ആണ് ESS എന്ന് പറയുന്നത്. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റെസിഡ്യൂവൽ എന്ന് പറയുന്നത് സം ഓഫ് ui ക്യാപ് സ്ക്വയർ ആണ്. റെസിഡ്യൂവൽ RSS. ഇതാണ് RSS. ടോട്ടൽ എന്ന് പറയുന്നത് സിഗ്മ yi സ്ക്വയർ ആണ്. സോ രണ്ടാമത്തേതിൽ നമ്മൾ കാണിക്കുന്നത് ഇതിന് പകരം നമുക്ക് വാല്യൂസ് ആയിരിക്കും. നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഞാൻ ആ ടേബിൾ എങ്ങനെയായിരിക്കും, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ആയിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വരിക. ടേബിളിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നോക്ക്, ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 ആണ്. ഞാൻ ജനറൽ മോഡലാണ് കാണിക്കുന്നത്. K-1 ആണ്. ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-K ആണ്. ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-1 ആണ്. എന്തുകൊണ്ട് ഈ 1 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ yi ക്യാപ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? yi മൈനസ് y ബാർ ആണ്. അതായത് ഈ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷനേ ഉള്ളൂ. ആദ്യം ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ റെസ്ട്രിക്ഷനാണ് ഇവിടെ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു റെസ്ട്രിക്ഷനേ ഉള്ളൂ. ആ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ y ബാർ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 1 മാത്രം ഇവിടെ മൈനസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ ആണ്. MSS എന്നാണ് ഞാൻ എഴുതുന്നത്. മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ. മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ മീൻ ആണ്. അതായത് ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. അതായത് സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ yi ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ K-1. ദിസ് ഈസ് ദ മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ ഓഫ് ESS. മീൻ ഓഫ് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇത് മീൻ ഓഫ് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ആണ്. സിഗ്മ ui ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ N-K. So our F is actually mean of നമുക്ക് MSS ഓഫ് ESS എന്ന് എഴുതാം. MSS ഓഫ് ESS explain sum of square and the mean sum of square divided by MSS of residual sum of square. This is our ANOVA table. നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ANOVA ടേബിൾ ആയിരിക്കും കിട്ടുക. ഇത് ANOVA ടേബിൾ ഫോർ K വേരിയബിൾ മോഡൽ. K വേരിയബിൾ മോഡൽ. K can be any number. ഓക്കെ, ഇത്രയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ.